ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല മുറുമുറാന്നിരിക്കണ നല്ലൊരു ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് 1 കിലോ ബീഫ് ചെറുതാക്കി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്, എല്ലില്ലാത്തതാണ്. ഇതിലേക്ക് ചെറിയ ഉള്ളി അഥവാ കുഞ്ഞുള്ളി ചേർക്കുന്നുണ്ട്, ഒരു 100 ഗ്രാം സ്ലൈസ് ചെയ്തിട്ട്. 2 പച്ചമുളക് നടുകീറിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതാട്ടോ. പിന്നെ 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. നമ്മുടെ മസാല പൊടികളൊക്കെ ബീഫിൽ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ മസാലയൊക്കെ നല്ലപോലെ ബീഫിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കണം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞാൽ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മളിത് കുക്കറിൻ്റെ മൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് ഒരു 80% മാത്രം വെന്താൽ മതി കേട്ടോ. അതിനനുസരിച്ചുള്ള വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ വിസിലൊക്കെ വന്ന് പ്രഷർ മുഴുവൻ പോയതിന് ശേഷം തുറന്നു നോക്കുകയാണ്. നമ്മൾ ബീഫിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബീഫിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ബീഫ് ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക, കടായി എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പം കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചതച്ച മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു സെക്കൻഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1 സെക്കൻഡ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫിലെ ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് മുഴുവനും ഇതിലേക്ക് ചേർക്കുക. നമ്മുടെ ആ ഒരു ഗ്രേവിയിലാട്ടോ അതിൻ്റെ മസാലയൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് ആ ഗ്രേവി കളയാതെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റി വരണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ചെറുതായിട്ട് വറ്റി വരുന്നുണ്ട്. ഈ ഒരു പാകമൊക്കെ ആകുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൊടി, അതായത് കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിൻ്റെ കളറ് വീണ്ടും ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. അതായത് ഈ കാണുന്ന രീതിയിലേക്ക് വരും. ഈ ഒരു പാകത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വേണം നമ്മുടെ ബീഫ് ഫ്രൈ ആക്കാൻ. ഇതിലും മൂപ്പിച്ച് ഒരുമാതിരി എന്താ പറയുക നല്ല കറുപ്പ് കളറിലേക്ക് ആക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ് റെഡിയാക്കി എടുത്തത്. ഇനി ഇതിലേക്ക് നല്ല കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കൈകൊണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇത് തീർന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുള്ള ബീഫ് ഫ്രൈ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.